അതൊക്കെ പക്ഷെ ആരാ ഡ്രൈവ് ചെയ്യണേ? ഞാൻ. നിനക്ക് ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഞാനേ പോളിടെക്നിക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു സൈക്കിൾ എങ്കിലും നീ ഓടിച്ചിട്ടുണ്ടോ? ഓടിച്ചിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടില് മാങ്ങക്ക് കല്ലെറിഞ്ഞിട്ട് അപ്പുറത്ത് ചേച്ചി പിടിച്ചു. അത് ഉമ്മൽ കോയിൻ വരെ സമയമുണ്ട് വാളിപ്പോ പറയാൻ. ഡ്രൈവർ സീറ്റിൽ നിന്നിറങ്ങി സൈഡ് സീറ്റ് ലക്ഷ്യം വെച്ച് ഞാൻ നടന്നു. നന്ദി പ്ലിങ്ങിയിരുന്നു എന്റെ മുഖം. എവിടേക്കാ പോകുന്നത്? നമ്മളിപ്പോ ഉമ്മൽ കോയിനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് പറഞ്ഞേ. ഉമ്മൽ കോയിൻ. കുഴപ്പമില്ല. നമ്മളെ ന്യൂ ഇയർ ക്രിസ്മസ് അടിച്ചു പൊളിക്കാനായിട്ട് പോവാണ്. നമ്മൾ ഇന്ന് പോയിട്ട് നമ്മൾ നാളെയാണ് വരാൻ പോകുന്നത്. അപ്പൊ നൈറ്റൊക്കെ നമ്മൾ തകർക്കാൻ പോവുകയാണ്. അവിടെ കടലുണ്ട്, പൂളുണ്ട്, വെള്ളമുണ്ട്. മൊത്തത്തിൽ ഞാൻ നീന്തും. സജന, മിഥുന് സ്വിമ്മിങ് അറിയോ? ബെഡിൽ നീന്തുന്നതാണ്. മിഥുന് വേണോ? ഞാനേ ആദ്യമേ ഇങ്ങനെ ഒരു പരിപാടി എന്ന് പറഞ്ഞപ്പോ ഫാമിലിനെ ഒഴിവാക്കണ കാര്യത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ എന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് സജനെ കൂടെ കൂട്ടിണ്ട്. സജന ഹായ്. ഇത് എന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞാൻ സജനെ കൂട്ടിയത്. നീ എങ്ങാനും നീന്തൽ അറിയാണ്ട് അവിടെ പെട്ടാ ഞാൻ ഉത്തരവാദിയല്ല. അല്ല, ഇവിടെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു സേഫ്റ്റി ഉണ്ടാവില്ല. ചിലപ്പോ അവിടെ ഉന്തിട്ടും വെള്ളത്തില്. ഓക്കെ, നീ സീരിയസ് ആയിട്ട് പറയട്ടെ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കാലത്തെ ആഗ്രഹത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ട്രാവൽ ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഉമ്മൽ കോയിനിലെ പേൾ ബീച്ച് ഹോട്ടലിൽ വി ആർ ഗോയിങ് ടു സ്പെൻഡ് ഒരു ഫുൾ നൈറ്റ് ഒരു സ്റ്റേക്കേഷൻ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വി ഹാവ് എൻറ്റയർ അതെ അതെ നമ്മുടെ ഈ നടുക്ക് കണ്ണട വെച്ച് മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സൗന്ദര്യമുള്ള ചേട്ടനാണ് നമ്മുടെ ക്യാമറ ചേട്ടൻ. സാധാരണ ബെൻസിനെ കിട്ടാറില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ക്യാമറ ചേട്ടനും നമ്മുടെ എഡിറ്റർ. നമ്മുടെ ഫിനാൻസ് ശ്രീജിത്ത് അപ്പുറത്തുണ്ട്. അവൻ ഒളിച്ചിരിക്കുകയാണ്. അതെ അതെ, കണ്ട. പിന്നെ ബാക്കിൽ അതെ അതെ നമ്മുടെ താരങ്ങളുണ്ട്. ലിറ്റിൽ സ്റ്റാർസ് എല്ലാരും കാണിക്കും. ലിറ്റിൽ സ്റ്റാർസ്. അപ്പൊ എല്ലാരും ഇങ്ങനെ അടിച്ചോളുക. അതെ, ഇത് കത്തി ഷോ അല്ല, ഇനി എനിക്ക് ഡ്രൈവ് ചെയ്യണം. അതെ അതെ അതെ, മാമിന്റെ കത്തി, ഇനി കത്തി ഡ്രൈവിംഗ് കത്തികൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോകുന്നത്. ഇവിടെയാണ്. അപ്പൊ എല്ലാ ടീമും ഇറങ്ങി കഴിഞ്ഞ് പതിവില്ലാതെ ഞങ്ങൾ വിചാരിക്കായിരുന്നു എങ്ങനെയാണ് മാം ഇത്രയും സ്പീഡിൽ ഇവിടെ എത്തിയതെന്ന്. ഇവിടെ എത്തിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. രണ്ടുപേര് മിഥുനും ശ്രീജിത്ത് കുട്ടനും കൂടെ തള്ളിയാണ് ഈ വണ്ടി ഇവിടെ എത്തിച്ചത്. ചേച്ചിക്ക് അതുകൊണ്ട് അധികം സ്പീഡിൽ ഓടിക്കേണ്ടി വന്നില്ല. അങ്ങനെയാണ് ഇവർ ആദ്യം എത്തിയത്. അല്ല, ഞങ്ങളുടെ തള്ളു പോരാതെ വന്നപ്പോൾ പുറകിൽ ഇവരുണ്ടായിരുന്നു. ആൻസിയും ഫെബിന അടങ്ങുന്ന ഒരു വണ്ടി. ആൾക്കാരുടെ തള്ളൽ മൂലമാണ് നമ്മൾ ഇവിടെ എത്താൻ പറ്റിയത്. ഇവരെയൊക്കെ കൊണ്ട് എന്തിനു സംസാരിപ്പിച്ചു നമ്മളല്ലേ? അതെ, ആരാണ് അനുവാദം ചോദിച്ചിട്ട് മൈക്ക് മേടിക്കാം കേട്ടോ. അതെ അതെ, ഞങ്ങൾ മാത്രം. അതെ, ഇവരെയൊക്കെ അറിയാതെ തലയെടുക്കല്ലേ കേട്ടോ. നല്ല കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും, ബീച്ചിലേക്കൊക്കെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട്. ഇത് ആദ്യം കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങളിങ്ങനെ വന്നു പോയെന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വെതർ ഔട്ട് ഹിയർ. ഇപ്പം അധികം ചൂടില്ല. ദുബായിൽ തണുപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് നല്ല വെതറും കൂടിയാണ്. സോ ഒരു ഡേ ഔട്ട്, എന്നാൽ ദുബായിൽ നിന്ന് അധികം ദൂരമില്ല. ഡ്രൈവ് ഓഫ് 1 hour, 1.5 hours you reach Umm Al Quwain. So it's an easy place to reach from Dubai. എന്നാൽ നമുക്ക് നമ്മളെ തിരക്കുള്ള സിറ്റിയിൽ നിന്നും പുറത്തേക്ക് വന്ന പോലെയും കൂടെയുള്ളൊരു ഫീലാണ് ഉമ്മൽ കോയിൻ നമുക്ക് തരുന്നത്. ജോണി കൊതിയ വാപിടിച്ചിരിക്കുന്നു. എന്നാ പിടിച്ചോ. ആരായിക്കോട്ട് ധൈര്യമായിട്ടതാ. നമ്മളാക്കിയോ.
എല്ലാ അടിച്ചുപൊളികൾക്കും ശേഷം ഞങ്ങൾ അങ്ങനെ കുർക്കുമ്മിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു 1.5 days ആയി ഞങ്ങൾ ദുബായ് വിട്ട് ഉമൽ ക്വൈനിൽ പോയി. ഉമൽ ക്വൈന് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ വിചാരിച്ചു നല്ലൊരു ലഞ്ച് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ എല്ലാവരുടെയും ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരുടെയും മനസ്സിൽ വന്ന ഐഡിയ ആണ് കുർക്കും റെസ്റ്റോറൻറ്റിൽ പോവാന്ന്. സോ എൻറ്റയർ വിസ്മീഡിയ ടീം അലോങ് വിത്ത് മൈ കിഡോസ് is going to have lunch at കുർക്കും. ഇന്നെങ്ങനെയാണ്, ബിരിയാണിയാണോ തിന്നുന്നത്? ഡയറ്റ് ഇല്ല, ഞാനെന്തായാലും വലിച്ചു വാരി തിന്നുന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ട്. എല്ലാ ദിവസവും നീ വലിച്ചു വാരി തന്നെ. അതെ, എല്ലാ ദിവസവും വലിച്ചു വാരി തിന്നാറുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പട തന്നെ ഇളകി വരുന്നുണ്ട്. അതെ, ചേച്ചിന് കാട്ടുപോത്ത് വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങോട്ടൊന്ന് തിരിക്കൂ. മാന. എടാ നീ മാല വാച്ച് മോതിരം നിങ്ങൾ കൊണ്ടുവന്നുണ്ടോ? പണയം മാമാങ്ക സദ്യ കഴിച്ച് വയറ് നിറഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ ഞങ്ങൾ നിൽക്കുകയാണ്. മാമാങ്ക സദ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബീഫ്, താറാവ്, കല്ലുമ്മക്കായ, ഞണ്ട്, ചെമ്മീൻ, പിന്നെ എന്തൊക്കെയാണ് ബാക്കി മാം പറയും, അല്ലെങ്കിൽ എനിക്ക് ശ്വാസം കിട്ടണില്ല. അതെ, കൂന്തൽ, പിന്നെ എല്ലാ പച്ചക്കറികളും ഉണ്ട്. ഒരു സദ്യയിൽ ഉണ്ടാവുന്ന പോലെ യു ഹാവ് സാമ്പാർ, ഫിഷ് കറി, അവിയൽ, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം മീൻ, മത്തി, ചെറിയ മത്തി ഫ്രൈ ചെയ്തത്, പിന്നെ നല്ല അച്ചാർ, പിന്നെ ചൗച്ചൗ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ. അതെ, ചൗച്ചൗ. ആ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചത് എന്താന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ് ചൗച്ചൗ എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ് ഞാൻ ചവക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ചവച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു ഇതെന്താ ഏട്ടാ ചവച്ച് കഴിഞ്ഞ് ഇനി എന്താ സാധനം എന്ന് പറയാം. ചൗച്ചൗ എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ പേരാണ് ചൗച്ചൗ. നിങ്ങൾ ട്രൈ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി കം ടു ദിസ് റെസ്റ്റോറൻറ്റ് കോൾ കുർക്കും റെസ്റ്റോറൻറ്റ്. നമ്മൾ അൻസാർ മോളിൻ്റെ അടുത്തുള്ള, ഷാർജൻ്റെ പോകുന്ന വഴിക്കുള്ള അൻസാർ മോളിൻ്റെ അടുത്തുള്ള കുർക്കുമിലാണ് ഞങ്ങളിന്ന് കഴിക്കുന്നത്. ആൻഡ് ആസ് പാർട്ട് ഓഫ് അവർ സ്റ്റേക്കേഷൻ നമ്മുടെ ഒരു ലഞ്ചാണ് നമ്മളിപ്പോൾ കുർക്കുന്ന് കഴിച്ചത്. ഓക്കെ, അങ്ങനെ കുർക്കും റെസ്റ്റോറൻറ്റിലെ അവസാനം മണിയടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇങ്ങനെ സെലിബ്രേഷൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് ഞങ്ങൾ എത്തുകയാണ്. അങ്ങനെ എന്താണ് പറയാനുള്ളത്? അതായത് ഈ റെസ്റ്റോറൻറ്റിൽ ഇവിടെ ദേഴ്സ് എ ബെൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഫുഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സർവീസും ഫുഡ് ഇഷ്ടമാണെങ്കിൽ യു ക്യാൻ ആക്ച്വലി റിംഗ് ദ ബെൽ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഫുഡ്. സോ ദാറ്റ്സ് വൈ ഇനി ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സോ അൺടിൽ വി മീറ്റ് യു നെക്സ്റ്റ്.